الحمد لله الحمد لله الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وعلى آله وأهل بيته وصحبه ومن تبعهم بإحسان إلى يوم الدين. فيا أيها الإخوة والأخوات، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ആദരണീയരായിട്ടിക്കരെ നന്ദ പിരിസത്തിരെ വിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി തഖ്വാബോധമുള്ളവരായി ജീവിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഈമാനും തഖ്വായുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് അതിനോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മുഹറം മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ ഈ കാര്യം നമ്മെ അറിയിക്കുന്നു. ആകാശ ഭൂമിയെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ
മാസങ്ങളെ അല്ലാഹു തആല 12 മാസമായി അല്ലാഹു നിശ്ചയിച്ചു. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ്. ഇത് അല്ലാഹുവിൻ്റെ രേഖയിൽ അത് അല്ലാഹു ദാഖലാക്കി കഴിഞ്ഞു 12 മാസം എന്ന്. ആ 12 മാസത്തിൽ അല്ലാഹു തആല 4 മാസത്തിന് സവിശേഷമായ പ്രാധാന്യം നൽകി. ആ 4 മാസം ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നീ 4 മാസങ്ങളാണ്. ഹിജ്റ വർഷം അവസാനിക്കുന്നതും തുടങ്ങുന്നതും പവിത്രമായ മാസം കൊണ്ടാണ് എന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു നിഅമത്തായിട്ടിക്ക്. ഹിജ്റ വർഷം തുടങ്ങുന്നത് മുഹറമിലൂടെയാണ്, പവിത്രമായ മാസമാണ്. ഹിജ്റ വർഷം അവസാനിച്ചതും ദുൽഹിജ്ജ, ദുൽഖഅദ്, ദുൽഹിജ്ജ. അപ്പോൾ നോക്കി, ഈ കലണ്ടർ തുടങ്ങുന്നതും ഹിജ്റ വർഷം തുടങ്ങുന്നതും അത് അവസാനിക്കുന്നതും പവിത്രമായ മാസങ്ങളിലൂടെയാണ്. ഈ മുഹറം മാസം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസം. ഇതിലെ ഇണ്ടത്തെ ദിവസം ആശൂറ എന്ന് ചൊല്ലുന്ന ഈ ദിവസം നമ്മളൊക്കെ നോമ്പ് പിടിച്ചവരാണ്. നമ്മളിലൊക്കെ അധികം ആളുകളും നോമ്പുള്ളവരാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ ഇന്നലത്തെ ദിവസം താസുഅ, മുഹറം, ഒലിമാമത്ത് നോമ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നോറ്റവരുടെ നോമ്പ് പൂർണ്ണമായ നിലക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ഇന്ന് നോറ്റ് ഇന്നലെ നോൽക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നാളെ നോമ്പ് നോൽക്കാവുന്നതാണ്. നാളത്തെ ദിവസം അവർക്ക് നോക്കൽ സുന്നത്താണ്. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മുഹറം 10 എന്ന് പറയുന്നത് ഇത് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ വിമോചന പോരാട്ടങ്ങൾക്ക് വിജയം കണ്ട ദിവസമാണ്. ആ വിജയം കണ്ട ആ ദിവസത്തിനോട് മൂസാ നബി അലൈഹിസ്സലാമിനോടും അദ്ദേഹത്തിൻ്റെ അനുയായികളോടും ഉള്ള ഐക്യദാർഢ്യ ദിനമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അക്രമിയായ, മർദ്ദകനായ, ഏകാധിപതിയായ ഫറോവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച് മൂസാ നബി അലൈഹിസ്സലാമിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും വിജയം പ്രദാനം ചെയ്ത ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്നുള്ളത്. അതിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് വഴിയേ വരാം. എന്നാൽ അല്ലാഹു തആല പവിത്രമാക്കിയ ഈ മാസത്തെ, അതിലെ ഏതാനും ചില ദിവസങ്ങളെ ശകുനത്തിൻ്റെ മാസമായി, ശകുനത്തിൻ്റെ ദിവസമായി നമ്മളിൽ പലരും കാണുന്നു. മഅദല്ലാഹ്, ശൈത്താൻ, പിശാച് എത്ര തന്ത്രപരമായ നിലക്കാണ് അറിവില്ലാത്ത ആളുകളെ വഴി പിഴപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. മുഹറം മാസത്തെ സംബന്ധിച്ച്, അതിലെ ചില ദിവസങ്ങളെ സംബന്ധിച്ച് പല അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. മുഹറമിൻ്റെ ആദ്യത്തെ 10 ദിവസം നഹ്സാണ്, അശുഭമാണ്, നല്ല നല്ല ഉദ്യമങ്ങളൊന്നും ആ മാസത്തിൽ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റൂല. പുതിയ അക കെട്ടിയാൽ അതിൽ പുര കൂടാൻ പറ്റൂല, വീട് കൂടാൻ പറ്റൂല, വിവാഹം നടത്താൻ പറ്റൂല, ദീർഘയാത്ര നടത്താൻ പറ്റൂല. എല്ലാം ദുശകുനമാണ്, അപശകുനമാണ് എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നു. ഇത് തൗഹീദിന് വിരുദ്ധമായ കാര്യമാണ്. ഇത് ഇസ്ലാമികമല്ല. ഇസ്ലാമിൽ ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായ നിലക്ക് പറഞ്ഞു, അത്തിയറതു ശിർക്കുൻ, ദുശകുനം നോക്കുക, ഏതെങ്കിലും ഒന്നിൽ ദുശകുനം, അപശകുനം കാണുക എന്നത് അത് ശിർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ദുശകുനം, അപശകുനം എന്നുള്ളത് അത് ഇസ്ലാമിലില്ല. ഒരു ദിവസത്തെ അപേക്ഷിച്ച് മറ്റൊരു ദിവസത്തേക്ക് യാതൊരു പോരിശയുമില്ല, യാതൊരു ശ്രേഷ്ഠതയുമില്ല.
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ലാതെ, ഉദാഹരണമായിട്ട് വെള്ളിയാഴ്ച ദിവസം, ഇണ്ടത്തെ ദിവസം പോരിശയുള്ള ദിവസമാണ്, അത് റസൂലുള്ള പഠിപ്പാട്ടിയതാണ്. ഖൈറുൽ അയ്യാം അഫ്ളലുൽ അയ്യാം എന്നൊക്കെ. അതല്ലാതെ, അതൊഴിച്ച് മറ്റുള്ള എല്ലാ ദിവസങ്ങളും സമമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ചൊവ്വാഴ്ച വരുമ്പോ ഇത് ചൊവ്വാഴ്ചയാണ്, ഇതിലൊന്നും പറ്റൂല, ഇത് നല്ല ദിവസമല്ല, ഇത് സുദിനമല്ല, ദുർദിനമാണ്, ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച, ഇതിലൊന്നും നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റൂല എന്നൊക്കെ ഏതെങ്കിലും ദിവസങ്ങളെ സുദിനങ്ങളായി ദുർദിനങ്ങളായി കാണുക എന്നത് അത് ഇസ്ലാമിക സമ്പ്രദായമല്ല. അത് ആരാ ഉണ്ടാക്കിയത്? അത് പുരോഹിതന്മാർ ഇവിടെ ഉണ്ടാക്കിയതാണ്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ കലണ്ടറുകളിൽ ചില ദിവസങ്ങളെ ഇത് നഹ്സാണ്, അപശകുനമാണ് എന്നൊക്കെ അവർ പറയും. മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നുകൂടിയ അനാചാരങ്ങളാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് ഒരുപാട് മതങ്ങളുടെയും ഒരുപാട് ഭാഷകളുടെയും ഒരുപാട് സംസ്കാരങ്ങളുടെയും സംഗമഭൂമി എന്നാണ് ഇന്ത്യയെ അറിയപ്പെടുന്നത്. മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നുകൂടിയ അനാചാരങ്ങളാണ് ഇത്തരത്തിലുള്ള വിശ്വാസം എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് തൗഹീദിന്റെ സദ്ഫലമായ തീരത്തിലേക്ക് പ്രവേശിച്ചവന്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങൾ, ചില വസ്തുക്കളെ, ചില വ്യക്തികളെ നമ്മളിൽ ചിലരെങ്കിലും അത് ലക്ഷണം കെട്ട ദിവസമാണ് എന്നോ വസ്തുവാണ് എന്നോ അല്ലെങ്കിൽ അപലക്ഷണത്തിന്റെ അപശകുനത്തിന്റെ അടയാളങ്ങളായി കണ്ട് അവയെ മാറ്റി നിർത്തുന്ന, മോശമായി കാണുന്ന പ്രവണത നമ്മുടെ ഇടയിലുണ്ട്. ഒരു കറുത്ത പൂച്ച യാത്ര ചെയ്യുമ്പോൾ, ദീർഘമായ യാത്ര ചെയ്യുമ്പോൾ ഒരു കറുത്ത പൂച്ച മുമ്പിലൂടെ ഇങ്ങനെ ഓടിയാൽ മതി, പിന്നെ ആ യാത്ര തന്നെ നിർത്തിവെക്കുന്ന സമ്പ്രദായം. പ്രിയമുള്ളവരെ, ഈ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ചിലരൊക്കെ അവന്റെ സ്വന്തം പെഞ്ഞായിയെ നോക്കിയിട്ട്, അവന്റെ ഭാര്യയെ നോക്കിയിട്ട്, നിന്നെ വിവാഹം കഴിച്ചതിന് പിന്നെ ഞാൻ ആകെ ആപത്തിലാണ്, ഞാൻ ആകെ സോളാണ്, എനിക്ക് ഒരുപാട് ആപത്തുകൾ നിന്നെ വിവാഹം കഴിച്ചതിന്റെ ശേഷം വന്നു പോകുന്നു എന്നൊക്കെ ചിലർ പറയാറുണ്ട്. എത്രമാത്രം അപകടകരമായ വാക്കുകളാണത്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ വായിൽ നിന്ന് വീണു പോകാൻ പാടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്ര മക്കളാ ഉണ്ടായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കളുണ്ടായിരുന്നു, അല്ലേ? 4 പെൺമക്കളും 3 ആൺമക്കളും. ഈ 4 പെൺമക്കളിൽ ആദ്യത്തെ പെൺമകൾ സൈനബ റളിയല്ലാഹു തആല അൻഹ. സൈനബ റളിയല്ലാഹു തആല അൻഹായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബുവത്തിന്റെ മുമ്പ്, ഇസ്ലാമിന്റെ മുമ്പ് വിവാഹം കഴിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് അവർ വിവാഹം കഴിച്ചത് ഒരു മുശ്രിക്കായ കാഫിറായ മനുഷ്യനായിരുന്നു. അബുൽ ആസ് മുശ്രിക്കായ ഒരു മനുഷ്യനായിരുന്നു. പിന്നീട് നബുവത്ത് കിട്ടി, റസൂലുള്ളാഹിക്ക് റിസാലത്ത് കിട്ടി, പ്രവാചകനായി. സൈനബ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ മകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഭർത്താവ് കടന്നു വന്നില്ല. കൊല്ലങ്ങളോളം അദ്ദേഹം മുശ്രിക്കായി നിലനിൽക്കുന്നു. അങ്ങനെ ഹിജ്റയുടെ സന്ദർഭം വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെ മകൾ സൈനബയും ഹിജ്റ പോയി. പക്ഷെ അവരുടെ മനസ്സ് തന്റെ ഭർത്താവുമായിട്ട് ഉള്ള ആ സ്നേഹം, ഭർത്താവിനോടുള്ള, മാപ്പിളയോടുള്ള സ്നേഹം അത്രത്തോളം അഗാധമായിരുന്നു. വേർപ്പെടുത്താൻ പറ്റാത്ത നിലക്കുള്ള അവരുടെ രക്തത്തിലും മജ്ജയിലും മാംസയിലും പറ്റിപ്പിടിച്ചിരുന്നു തന്റെ ഭർത്താവിനോടുള്ള സ്നേഹം. എന്ത് ചെയ്തു അവർ? നമ്മുടെ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുമായിരുന്നു? ആ പുത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി സൈനബ പാതിരാത്രി എഴുന്നേറ്റ് കരഞ്ഞ് അള്ളാഹിന്റെ മുമ്പിൽ ബുൾപുട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കും, അല്ലാ, എൻ്റെ ഭർത്താവുക്ക് നീ ഹിദായത്ത് നീ തോന്നിപ്പിച്ചു കൊടുക്കണേ. അങ്ങനെ അതൊരു വിഷയം വേറെ. അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ മകനുടെ പ്രാർത്ഥന കേട്ടു. അയാൾക്ക് കുറെ കഴിഞ്ഞ് ഇസ്ലാം മതം സ്വീകരിക്കാൻ ഹിദായത്ത് പ്രദാനം നൽകിയ ഒരു മുസ്ലിമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ പുത്രി റുഖിയ റളിയല്ലാഹു തആല അൻഹയെ ആരാ വിവാഹം കഴിച്ചത്? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആണ് അല്ലേ? റുഖിയ റളിയല്ലാഹു അൻഹ രണ്ടാമത്തെ മകളാണ്. ആ റുഖിയ റളിയല്ലാഹു അൻഹ ഉസ്മാൻ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കുറെ കാലം ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മരിച്ചുപോയി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ അടുത്തുള്ള മകൾ ഉമ്മു കുൽസൂം, ആ ഉമ്മു കുൽസൂമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കെട്ടിച്ചു കൊടുക്കുന്നു അല്ലേ? നമ്മളൊക്കെ എന്ത് ചെയ്യും? ഒരു മോളെ കെട്ടിച്ചു കൊടുത്ത് മരിച്ചുപോയി, ഇനി ഇയാൾക്ക് വേണോ കെട്ടിച്ചു കൊടുക്കുന്നത്? വേറെ ആരെയും നോക്കലല്ലേ നല്ലത് എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു കുൽസൂമിനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് കെട്ടിച്ചു കൊടുക്കുന്നു. ആ ഉമ്മു കുൽസൂം കുറേ മാസങ്ങൾ കഴിയുമ്പോൾ അവരും മരണപ്പെട്ടു പോയി. ചിന്തിച്ചു നോക്കണം, നമ്മളൊക്കെ എന്തെല്ലാം അപശകുനമായിരിക്കും കാണുക. ഇതെനിക്ക് വേണ്ടായിരുന്നു. എൻ്റെ 2 മക്കളെയും ആ കുരുത്തം കെട്ടവന്, ആ ചരി പിടിച്ചവന്, ആ നെറികെട്ടവന് ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് എൻ്റെ 2 പെൺമക്കളും മരിച്ചുപോയി എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുക അല്ലേ? പക്ഷേ റഹ്മത്തുൽ ലിൽ ആലമീനായ ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ സംബന്ധിച്ച് ലോകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ എല്ലാം ഇവിടെ സംഭവിക്കുന്നത് സൗഭാഗ്യമായാലും ദൗർഭാഗ്യമായാലും ലാഭമായാലും നഷ്ടമായാലും എല്ലാം അല്ലാഹുവിൻ്റെ വിധി നിർണയ പ്രകാരമാണ് എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാനായി നിയോഗിക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി ചൊല്ലുന്നൊരു പഴക്കമുണ്ട്. നാം അത് മനസ്സിലാക്കണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2 പത്നിമാരും മരണപ്പെട്ടു പോയതിലുള്ള ആ സങ്കടം, ആ താങ്ങാനാകാത്ത ദുഃഖം ഇങ്ങനെ കടിച്ചമർത്തി വല്ലാതെ മുൾപൊട്ടുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചൊല്ലൊരു പഴക്കമുണ്ട്. എന്തെന്നല്ലേ? യാ ഉസ്മാൻ, ഓ ഉസ്മാനെ, ലൗ കാനത് ഇൻദി സാലിസാ ലസവ്വജ്തുകഹാ. ഏ ഉസ്മാൻ, എൻ്റെ പെൺമക്കളെല്ലാം തീർന്നുപോയി. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒന്ന് അവസാനത്തെ മകളാണ്. അത് അലി റളിയല്ലാഹു തആല അൻഹുവിന് കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹുവിന് കെട്ടിച്ചു കൊടുത്തിരുന്നു. മക്കളിൽ പെൺമക്കളില്ല, തീർന്നുപോയി. അതാണ് ഉസ്മാനെ, എനിക്ക് ഇനിയും ഒരു മകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചു തരുമായിരുന്നു. പെൺമക്കൾ തീർന്നുപോയി ഉസ്മാനെ എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് വിശ്വാസം. ഈ വിശ്വാസമാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. തൗഹീദുള്ള ഓരോ മനുഷ്യന്റെ മനസ്സിലും ഇത്തരത്തിലുള്ള വിശ്വാസമായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എവിടെ നിന്ന് വന്നു? ഈ അപശകുനം, ശകുനം, സുദിനം, ദുർദിനം എന്നൊക്കെ എവിടെ നിന്ന് വന്നു? പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് അമ്പിയാക്കന്മാരുടെ ദഅവാ ചരിത്രത്തിൽ, അമ്പിയാക്കന്മാർ അവരുടെ ദഅവാ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ അവരുടെ എതിരാളികൾ, അവരുടെ പ്രതിയോഗികൾ അവരോട് സ്വീകരിച്ച നിലപാടായിരുന്നു, സമീപനമായിരുന്നു ഈ ദുശകുനം, അപശകുനം എന്നെല്ലാം പറയുന്ന ഈ വിശ്വാസം, ഈ ആശയം. നോക്ക്, പരിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത സൂറത്തുൻ നംലിൽ കാണാം. സൂറത്തുൻ നംലിലെ 47-ാമത്തെ ആയത്തിൽ കാണാം. മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാം, ആരാ സാലിഹ് നബി അലൈഹിസ്സലാം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുറച്ച് മുമ്പ് അല്ലാഹു തആല ഈ ലോകത്തേക്ക് അയച്ച റസൂലാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് അതേ സാലിഹ്, ഹൂദ് അലൈഹിമസ്സലാം.
ആ സാലിഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനത സമൂദുകാർ, ആ സമൂദുകാരിലേക്ക് അള്ളാഹുവിന്റെ സന്ദേശം തൗഹീദ് എത്തിച്ചു കൊടുക്കുന്ന ആ സന്ദർഭത്തിൽ പ്രവാചകന്മാരോട് ആ എതിരാളികൾ പറഞ്ഞ വാക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. എന്താ അവർ പറഞ്ഞത്? ഖാലു തയ്യർനാ ബിക വബിമൻ മഅക ഖാല തായിറുകും ഇൻദല്ലാഹ് ബൽ അൻതും ഖൗമുൻ തുഫ്തനൂൻ. ഖാലു തയ്യർനാ ബിക. മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ എതിരാളികൾ, പ്രതിയോഗികൾ പറയുന്നു, സാലിഹേ, നിന്നെ കൊണ്ട് ഞങ്ങൾ അപശകുനത്തിൽ അകപ്പെട്ടു പോയി. നീ കാരണമാണ് ഈ നാട്ടിൽ ഒരുപാട് ആപത്തുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിലും മറ്റുമെല്ലാം കലഹങ്ങളുടെ ഉണ്ടാകുന്നു. നമുക്കൊരിക്കലും സമാധാനമില്ല, സന്തോഷമില്ല. അതിന്റെ കാരണക്കാരൻ നീയാണ് സാലിഹേ, നീയും നിന്റെ കൂടെയുള്ളവർ. അത് മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാം മറുപടി കൊടുക്കുന്നത് ഖുർആനിൽ കാണാം. തായിറുക്കും ഇൻദല്ലാഹ്. നിങ്ങളുടെ ശകുനോട്ട് ചൊല്ലുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ ദാഖലാക്കപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ അടുക്കൽ അത് ദാഖലാക്കപ്പെട്ടതാണ്. ശകുനം എന്ന് പറയുന്നത് നിങ്ങൾക്കുണ്ടാകുന്ന ഒളിത്തും കെടുക്കും കേടും ലാഭവും നഷ്ടവും പ്രോഫിറ്റും ലോസും ഇതെല്ലാം അല്ലാഹുവിന്റെ നിർണയപ്രകാരം അത് അല്ലാഹു തആല നിങ്ങൾക്ക് വിധിക്കപ്പെട്ട കാര്യമാണ്. ബല്ലന്തും ഖൗമുൻ തുഫ്തനൂൻ. നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന സമുദായമാണ് എന്ന് മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാം പറയുന്നവരോട്. അതാണ് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തെങ്കിലും ഒരു ആഫത്തുണ്ടാകുമ്പോ അതിനെ പ്രവാചകന്മാരിലേക്ക് വലിച്ചിഴക്കുന്ന ഈ സമ്പ്രദായം, അത് പ്രവാചകന്മാരുടെ എതിരാളികളുടെ വിശ്വാസമായിരുന്നു, അവരുടെ ആശയമായിരുന്നു. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇതിന്റെ തഫ്സീറിൽ കാണാം, ലാ യുസീബു അഹദൻ മിൻഹും സൂഉൻ ഇല്ലാ ഖാല ഹാദാ മിൻ ഖിബലി സാലിഹിൻ വഅസ്ഹാബിഹി. അവർക്ക് എന്തെങ്കിലും ദുരിതങ്ങൾ, ആഫത്തുകൾ, ഇഷ്ടപ്പെടാത്ത വല്ലതും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ അവര് പറയുന്നത്, ആ ശത്രുക്കൾ പറയുന്നത്, ഇത് പ്രവാചകന്മാരുടെ, അതായത് സാലിഹ് നബിന്റെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെയും അപശകുനമാണ് എന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വിശ്വാസം, പ്രിയമുള്ളവരെ, ഇത് ഇസ്ലാമികമല്ല. എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ. ഉദാഹരണമായി ഒരു നല്ല ഒരു പ്രവർത്തനത്തിൽ, തൗഹീദിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള ചിന്താഗതികൾ അത് ചിലപ്പോൾ അവരുടെ കുടുംബത്തിൽ നിന്നോ മറ്റോ ഉണ്ടാകുമ്പോഴായിരിക്കും. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെയെല്ലാം നമുക്ക് വേണ്ടത് ക്ഷമയാണ്, സഹനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ, തവക്കുൽ അല്ലാഹു പരീക്ഷിക്കുകയാണ് എന്ന ഓർമ്മയാണ് അവിടെ നമുക്കുണ്ടാകേണ്ടത്. എത്ര കണ്ട് ഈമാനും തവക്കുലും നമുക്കുണ്ടോ എന്ന് നമ്മെ അല്ലാഹു തആല പരീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന കറകളഞ്ഞ തൗഹീദിന്റെ, തവക്കുലിന്റെ ആശയം മനസ്സിൽ ഇങ്ങനെ ഊട്ടി ഉറപ്പിച്ച് നന്മയുമായി മുന്നോട്ട് പോകലാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകമായി മുഹറം മാസവുമായി ബന്ധപ്പെട്ടിട്ട് ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. തൗഹീദിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. ഇതേപോലെ തന്നെ മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാമിനോടും, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് സംസാരിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. അത് വഴിയേ മൂസാ നബി അലൈഹി ഇസ്ലാമിനോടും അദ്ദേഹത്തിന്റെ ജനതയിലും ഫറോവയുടെ ആളുകളും ദുശ്ശകുനം കണ്ടു. അതും പരിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്തുൽ അറാഫിൽ, ഫൈദാ ജാഅതുഹുമുൽ ഹസനതു ഖാലൂ ലനാ ഹാദിഹി വഇൻ തുസിബുഹും സയ്യിഅത്തുൻ യത്തയ്യറു ബിമൂസാ വമൻ മഅഹു. അവർക്ക് എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, നല്ല നല്ല എന്തെങ്കിലും അഭിവൃദ്ധികളോ പുരോഗതികളോ, അതേപോലെ തന്നെ അവരുടെ വിളകളിലൊക്കെ നല്ല നല്ല വിളകളോ മറ്റോ ഉണ്ടാകുമ്പോൾ അവർ പറയുന്നത് എന്താ? ലനാ ഹാദിഹി, ഇത് ഞങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാണ്, ഇത് നമ്മൾക്ക് അവകാശപ്പെടുത്തുക, കാരണം ഞങ്ങൾ കഷ്ടപ്പെട്ട് പരിശ്രമിച്ചുണ്ടാക്കിയതാണ്, ഇത് അള്ളാന്റെ ഔദാര്യം എന്നവരുടെ വായിൽ വരൂല.
ഇത് ഞങ്ങൾ പ്രയത്നിച്ച് ദുടിത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എന്നാണ് അവരുടെ വായിൽ നിന്ന് വരുന്നത്. ഇനി അവർക്ക് എന്തെങ്കിലും ആഫത്തുകൾ, ദുർദിനങ്ങൾ അവർക്കുണ്ടാകുമ്പോ അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിൽ അപശകുനം കാണും. ഇത് മൂസാ നബിയുടെ കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ആഫത്തുണ്ടായത് എന്ന്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായല്ലോ, ഇത്തരത്തിലുള്ള അപശകുനങ്ങളുടെ ഈ വിശ്വാസം, ഈ ആശയം, ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രബോധനം നടത്തിയിരുന്ന പ്രവാചകന്മാർ അല്ലെങ്കിൽ മറ്റു പ്രചാരകന്മാർ, അവർ അള്ളാഹുവിൻ്റെ ദീന് പ്രബോധനം നടത്തുമ്പോൾ എതിരാളികൾ പറഞ്ഞതായിരുന്നു ഈ അപശകുനം, ദുശകുനം, സുദിനം, ദുർദിനം എന്നൊക്കെയുള്ള വിശ്വാസം. അതൊരിക്കലും തൗഹീദിൽ പ്രവേശിച്ചവരുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, മൂഢനമ്പിക്കകൾ, ഇതെല്ലാം തന്നെ പരിശുദ്ധ ഖുർആൻ ശക്തമായ ഭാഷയിൽ തിരസ്കരിക്കുന്നതാണ് എന്ന് നാം ഈ മാസവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും അതേപോലെ തന്നെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്ന് വിജയകരമായി രക്ഷപ്പെടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലീ വലക്കും വഅസ്തഗ്ഫിഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ വ ഇമാമിനാ വ ഖുദ്വത്തിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, അപ്പോൾ ഈ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം, അതെ, അങ്ങനെ ഒരു സുദിനം, ദുർദിനം എന്ന് പറഞ്ഞുള്ള ഒരു വിശ്വാസം അതൊരിക്കലും ഇസ്ലാമിലില്ല. പരിശുദ്ധ ഖുർആൻ അതിനെ തിരസ്കരിക്കുന്നു എന്നതാണ്. രണ്ടാമത് ഈ മാസവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാനുള്ളത്, ഈ മാസത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി ഇസ്ലാമിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക്, അതേ ലോകത്ത് മർദ്ദിതരായ, പീഡിതരായ, ചൂഷകരായിരുന്ന മൂസാ നബിയുടെ അനുയായികളായ ബനൂ ഇസ്രായേലിയർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ നടത്തിയ പോരാട്ടങ്ങൾക്ക് വിജയം നൽകിയതായ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം, ഈ ആശൂറ. പരിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് പരിശുദ്ധ ഖുർആനിൽ 136 സ്ഥലങ്ങളിലാണ് അല്ലാഹു പറഞ്ഞത്. എത്ര സ്ഥലങ്ങളിൽ? 136 സ്ഥലങ്ങളിൽ. ഫിർഔനിന്റെ പ്രസ്താവന 71 സ്ഥലങ്ങളിലും കാണാം ഖുർആനിൽ. പരിശുദ്ധ ഖുർആനിൽ 136 സ്ഥലങ്ങളിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞത് വേറെ ഒരു പ്രവാചകന്റെ പേര് അത്ര പ്രാവശ്യം പറഞ്ഞതായി നമുക്ക് ഖുർആനിൽ കാണാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ് ഇത്രയേറെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്? പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഏൽക്കേണ്ടി വന്ന ആ ചരിത്ര ദൗത്യം, അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന അനിതര സാധാരണമായ സാക്രിഫൈസ്, ത്യാഗങ്ങൾ,
അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് അത്രമാത്രം പരാമർശിച്ചത്. അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ഒരുപാട് ചരിത്ര സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് ഒരുപാട് പാഠമുണ്ട്. പ്രത്യേകിച്ചും ലോകത്ത് ജനങ്ങൾ ഇന്ത്യൻ രാജ്യത്തിലും ഇന്ത്യൻ സാഹചര്യത്തിലുമെല്ലാം തന്നെ മർദ്ദനം അനുഭവിക്കുന്ന, പീഡനം അനുഭവിക്കുന്ന ജനങ്ങൾക്കെല്ലാം അതൊരു ഐക്യദാർഢ്യത്തിൻ്റെ ദിനമാണ് ഈ മുഹറം 10 എന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ നമുക്കതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്ന ചരിത്ര സംഭവങ്ങളിലൂടെ പാഠം ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് ജനങ്ങൾ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ, രോഗവും മറ്റുമെല്ലാം തന്നെ കൂട്ടുകാരും കുടുംബക്കാരും ബന്ധുക്കളുമെല്ലാം ആശുപത്രിയിലും മറ്റുമായിട്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ മജ്ലിസിലുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവരുടെ ചെറുതും വലുതുമായ രോഗങ്ങൾ അല്ലാഹു തആല എത്രയും വേഗത്തിൽ ശിഫ നൽകി അല്ലാഹു തആല അവർക്ക് അവൻ്റെ ത്വഅത്തിലായി സിഹത്തും ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവസാനം മരിക്കുന്ന സന്ദർഭത്തിൽ ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് ഈമാനോടെ മരിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്ത് അവൻ്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ നൽകി പ്രവാചകന്മാരുടെ കൂടെ, ശുഹദാക്കളുടെ, സിദ്ദീഖുകളുടെ കൂടെ കഴിച്ചുകൂട്ടാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ മദ്രസക്കുള്ള കലക്ഷനാണ്. മദ്രസയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. എല്ലാവരും ഒന്ന് കൈത്താങ്ങായി നിങ്ങൾ തന്മനധനങ്ങളിലൂടെ നിങ്ങൾ സഹകരിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഉണർത്തുന്നു. ഉദാരമായ നിലക്ക് നിങ്ങൾ ഇന്നത്തെ സംഭാവന വിജയിപ്പിക്കണമെന്ന് പ്രത്യേകമായി എല്ലാവരെയും ഞാനിങ്ങനെ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്ന ആ ദാനധർമ്മം പൂർണ്ണമായ പ്രതിഫലം നൽകി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ലേൺ ദ ഖുർആൻ, ഖുർആൻ പഠിക്കാനുള്ള ഒരു അവസരം ഇതിലെല്ലാ സഹോദരങ്ങളും സഹോദരിമാരും ഭാഗഭാക്കാകണം. എത്ര കണ്ട് ഖുർആനെ സംബന്ധിച്ച് നമുക്ക് അറിവുണ്ടോ അത്ര കണ്ട് നമുക്ക് പ്രകാശമാണ്. അത് നാം മനസ്സിലാക്കണം. എത്ര കണ്ട് ഖുർആനെ സംബന്ധിച്ച് അറിവ് നമുക്ക് കുറഞ്ഞു അത്ര കണ്ട് നാം കത്തലയിലാണ്, അന്ധകാരത്തിലാണ്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖുർആൻ നമുക്ക് പഠിക്കാൻ, അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു അവസരമാണ് ലേൺ ദ ഖുർആൻ എന്ന് പറയുന്ന ഈ പദ്ധതി. അതിൻ്റെ എക്സാമാണ് നാളക്കലി ഞായറാഴ്ച 28-ാം താരീഖ് രാവിലെ ഒലിമ്പോ 30 ഇവിടെ നടക്കുന്നുണ്ട്. അതിനിവിടെ പരീക്ഷാ ഹാളൊക്കെ ഉണ്ട്. എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും ആ ലേൺ ദ ഖുർആൻ പരീക്ഷയിൽ ഹാജരാകണം, ഖുർആൻ പഠിക്കണം, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളണം എന്നെല്ലാവരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സദുദ്യമങ്ങൾ അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.